ചങ്ങന്മാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ആ വീഡിയോനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ആ വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യും. ആ വീഡിയോയിൽ രണ്ട് പെൺകുട്ടികൾ കുറച്ച് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പെൺകുട്ടികളെ എന്റെ കമന്റ് ബോക്സിൽ തെറി വിളിക്കാൻ പാടില്ല. കാരണം തെറ്റ് ചെയ്തത് ആ പെൺകുട്ടികളല്ല, ആ പെൺകുട്ടികളെ വളർത്തിയവരില്ലേ, ആ വളർത്തിയവരുടെ വളർത്തുദോഷമാണ് ആ പെൺകുട്ടികളെ വാക്കുകളായിട്ട് പുറത്തു വന്നത്. സംഭവം എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ കാസർഗോഡ് ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികൾ പലസ്തീൻ അനുകൂലമായിട്ട് ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. ആ പരിപാടി കുറച്ച് അധ്യാപകർ കൂടി തടസ്സപ്പെടുത്തുന്നില്ല. ആ സമയത്ത് കേരളം മൊത്തം ആ അധ്യാപകർക്കെതിരെ തിരിഞ്ഞിട്ട് ആ അധ്യാപകരെ ഒറ്റപ്പെടുത്തണം, ആ അധ്യാപകർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കെട്ടായി നിന്നതല്ലേ. പക്ഷെ ഇന്ന് ആ പരിപാടി വീണ്ടും നടന്ന് നടന്ന സമയത്ത് കാസർഗോഡ് ഒരു പ്രാദേശിക ചാനൽ പോയിട്ട് അവിടുത്തെ 2 പെൺകുട്ടികളോട് ഇതിനെപ്പറ്റി ചോദിച്ചു. ആ പെൺകുട്ടികൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ഞാൻ ആദ്യം ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. എന്നെ കൊണ്ട് ബ്ലർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ പെൺകുട്ടികളുടെ മുഖം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രയും ബ്ലർ ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണാം. ദയവ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി പറയുന്ന ആ പെൺകുട്ടികളെ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ തെറി വിളിക്കാൻ പാടില്ല. ആ പെൺകുട്ടികളല്ല തെറ്റുകാർ അവരെ വളർത്തിയവർ തന്നെയാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് ആദ്യം പോകാം. ഇന്ന് മിഞ്ഞാന്നോറ് ഡോൾ യൂസ് ആക്കിന്, അതുപോലെ ഫ്ലാഗ് യൂസ് ആക്കിന്, പ്ലഗ് കാർഡ് യൂസ് ആക്കിന്. ഇന്ന് മൈമാക്കുമ്പോൾ എന്തുകൊണ്ട് യൂസ് ആക്കിച്ച അതെന്തുകൊണ്ട് യൂസ് ആക്കിച്ച സാറുമാർ കർട്ടൻ ഇട്ടത് മൈമിന് അതിന്റേതായ ഒരു ഇതുണ്ട്. എന്ത് ഫ്ലാഗ് യൂസ് ആക്കുക, പ്രോപ്പർട്ടീസ് യൂസ് ആക്കുന്നുണ്ട്. ഓരോരോ ഇൻസ്റ്റന്റ് അതിന്റേതായ ഒരു നിയമമുണ്ട് മൈമ് കളിക്കുമ്പോ. അതല്ലാതെ രീതിക്ക് കളിച്ചോണ്ടല്ലോ ഒരു കർട്ടൻ ഇട്ടത്, അല്ലാതെ പലസ്തീൻ ടീം എടുത്തെന്നൊന്നും പറഞ്ഞിട്ടല്ല. അതായത് ലൈക്ക് ഡോള് പിടിച്ചോറ് പ്ലഗ് കാർഡ് യൂസ് ആക്കിയപ്പോഴാണ് ഒരു കർട്ടൻ നിർത്തിയത്. അതല്ല അലൗഡ് ഇല്ല. ഏതൊക്കെ മൈമിൽ പ്രോപ്പർട്ടി യൂസ് ആക്കുന്നത് നിങ്ങൾ കണ്ടില്ല? ഇല്ലല്ലോ. ഒരു മിഞ്ഞാത് യൂസ് ആക്കി, ഇന്നെന്താ യൂസ് ആക്കാറ്? അതിൽ ഒരാളോട് നിങ്ങൾ ചോദിച്ചോക്ക് പലസ്തീനിൽ എന്ത് സംഭവിച്ചെന്ന് ഓർക്ക് അറിയോ? ചോദിച്ചോക്ക്. ഒരാൾക്കും അറിയില്ല. ഓർക്ക് വൈബാക്കണം, ഒരാൾക്ക്. ഇത്രയാണ്. ആരാ പ്രേരിപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. ഓർ ജസ്റ്റ് വൈബാക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഇവിടെ എന്തെങ്കിലും വൈബാക്കാൻ വേണ്ടി എന്തെങ്കിലും ആക്കലുണ്ട്. അങ്ങനെ ആക്കിയായിരിക്കും പറഞ്ഞു. ആ പെൺകുട്ടി എത്ര സിമ്പിൾ ആയിട്ട് വൈബ് എന്ന് പറഞ്ഞത്. ആ പെൺകുട്ടി പറഞ്ഞ വൈബ് എന്താണെന്നറിയാം? പലസ്തീനെ അനുകൂലിച്ച് കുറച്ച് കുട്ടികൾ കാണിച്ച മനുഷ്യത്വപരമായ പരിപാടിയാണ് ഈ കുട്ടി വൈബ് എന്ന തരത്തിൽ പുച്ഛിച്ച് തള്ളുന്നത്. പിന്നെ ഈ കുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശരിയുണ്ട് കേട്ടാ, പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ കുട്ടിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ആ പരിപാടിക്ക് ജഡ്ജസ് എന്ന് മറ്റു കുറച്ചാൾ അവിടെയുണ്ട്. അവരാണ് ആ പരിപാടിക്കെതിരെ എന്തെങ്കിലും പറയേണ്ടത്. അല്ലാതെ ഒരു അധ്യാപകനെ ഓടിപ്പോയിട്ട് കർട്ടൻ താഴെ ഇടുകയല്ല അതിന്റെ നിയമം. പക്ഷേ നിങ്ങൾക്ക് ഈ കുട്ടികൾ പറഞ്ഞത് കേട്ടാ കൃത്യമായിട്ട് മനസ്സിലാവും. ആരോ പഠിപ്പിച്ചു കൊടുത്തത് അതുപോലെ വന്ന് പറയുകയാണ്. അതാരാണ് പഠിപ്പിച്ചു കൊടുത്തത്, ആരായിരിക്കും അതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ ഈ കുട്ടി പറയുന്നുണ്ട് ആ പരിപാടി അവതരിപ്പിച്ച ആൾക്കാർക്ക് പലസ്തീനിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ല, അവിടെ എന്താ സംഭവിക്കുന്നത് അറിയില്ല, അവർ വൈബിന് വേണ്ടി ചെയ്താണ്. വൈബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ പലസ്തീന്റെ കാര്യത്തിൽ അമ്മ ഒരു വർത്താനം കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഇത് കുട്ടികളായതുകൊണ്ട് മാത്രം ഞാൻ എന്റെ വായിന്ന് വേറൊന്നും വരുന്നില്ല. എന്നാൽ നമുക്ക് ഈ കുട്ടി പറഞ്ഞ ആ പരിപാടി അവതരിപ്പിച്ച പലസ്തീനെ കുറിച്ച് ഒന്നും അറിയാത്ത ആ കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പറഞ്ഞത് നമുക്ക് കേട്ടി വന്നാലോ. പ്രാക്ടീസ് നടക്കുന്ന സമയത്ത്, കാരണം സ്കൂൾ കലോത്സവമാണല്ലോ, പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് അധ്യാപകർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അറിയില്ലായിരുന്നു ഇതാണ് വിഷയം എന്നുള്ളത്? അറിയായിരുന്നു, ടീച്ചേഴ്സൊക്കെ കണ്ടതാണ്. പക്ഷെ അവർ പറഞ്ഞിരുന്നു ഫ്ലാഗ് ഉയർത്താൻ പാടില്ല എന്ന്. നമ്മൾ പരിപാടിയുടെ ഇടയിൽ ഫ്ലാഗ് ഒന്നും ഉയർത്തിയില്ല. ഇടയിൽ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ഫുഡിനെ കുറിച്ച് നിങ്ങൾ ചെയ്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു കൺട്രിക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ടീച്ചേഴ്സ് പിന്നെ ഷർട്ട് താത്തിയ പിന്നെയാണ് നമ്മൾ ഫ്ലാഗ് ഒക്കെ പ്രതിഷേധ രീതിയിൽ ചെയ്തത്. നമ്മൾ കൺട്രിക്ക് വേണ്ടിയിട്ടോ അല്ല വേറെ മതത്തിൻ്റെയിലോ അങ്ങനെയൊന്നും അല്ല. അടുത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഇന്ത്യയിൽ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്തത്, പലസ്തീന് വേണ്ടിയിട്ട്. അതുപോലും ഓർക്ക് ഇതാക്കാന്നില്ല പറയുമ്പോൾ നമുക്ക് നിങ്ങൾ കണ്ട ആ പരിപാടി നടത്തിയ കുട്ടികൾ പറയുന്നത് കണ്ട, അവർ ആ കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്തത്. ആ പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്തത്. അപ്പൊ ആ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ആ പരിപാടി നടത്തിയ ആൺകുട്ടിയെ കൃത്യമായിട്ട് അറിയാം പലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അവിടെ ആരാണ് പട്ടിണി കിടക്കുന്നതെന്നും അവിടെ ആരാണ് മരണപ്പെടുന്നതെന്നും. അതുകൊണ്ട് തന്നെയാണ് അവർ ആ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടത്തിയത്. പക്ഷെ ആ പെൺകുട്ടിക്കോ ആ പെൺകുട്ടിയെ വളർത്തിയവർക്കോ ആ പെൺകുട്ടിയോട് ഈ ഇന്ന കാര്യങ്ങൾ പറയാൻ പഠിപ്പിച്ചവർക്കോ അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അതിന്റെ അർത്ഥം മനുഷ്യത്വത്തെ പറ്റി ആ കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ പറഞ്ഞു കൊടുക്കാത്തതിന്റെ ദുർഗുണമാണ് ആ പെൺകുട്ടി ആ വീഡിയോയിൽ പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ ഇന്ന് ആ മൈം പരിപാടി ഒന്നുകൂടി നടന്ന് ആ പരിപാടി നടന്ന ശേഷം ആ പരിപാടി നടത്തിയ ആ കുട്ടികൾ ഇന്ന് വീണ്ടും പത്രക്കാരോട് എന്താ പറഞ്ഞത് നമുക്ക് കേട്ടാലോ. വിവാദങ്ങൾക്കിടെ കാസർഗോഡ് കുമ്പളയിലെ മൈം അത് വേദിയിൽ അരങ്ങേറിയിരിക്കുന്നു. വലിയ ഹർഷാരവത്തോടു കൂടിയിട്ടാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ മൈമിനെ വരവേറ്റിട്ടുണ്ടായിരുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ അവതരണത്തിന് ശേഷം ആ വിദ്യാർത്ഥികൾ ചേരുകയാണ്. ടീം ക്യാപ്റ്റനാണ്. യെസ്, അപ്പം ഒരു ദിവസം അത് വലിയ വിവാദമായിരുന്നു. കേരളം ഒന്നാകെ ചർച്ച ചെയ്തു. ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ മൈമ വേദിയിൽ എത്തുവാണ്. എന്താണ് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഫീൽ എന്താണ്? നല്ല സന്തോഷമുണ്ട്. മുഴുവനായിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ എല്ലാവർക്കും നന്ദിയുണ്ട്. അതായത് നിങ്ങൾ മുന്നോട്ട് വെച്ച ആശയം, ആ ആശയം ബേസായി ചെയ്തിട്ടായിരുന്നു വലിയ വിവാദങ്ങൾ ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തായിരുന്നു മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരു തീം?
ഹ്യൂമാനിറ്റി അത് മാത്രം മനുഷ്യത്വം ആ വരിയിൽ നമ്മൾ ചെയ്തത്. ആ പെൺകുട്ടിയോട് എനിക്ക് കഥ പറയുള്ളത് ഈ കുട്ടികൾ പറഞ്ഞത് മനുഷ്യത്വത്തിന്റെ രീതിയിലാണ് ഈ ആൺകുട്ടികൾ ആ പരിപാടി അവിടെ അവതരിപ്പിച്ചത്. പക്ഷെ ആ പരിപാടിയെ തടഞ്ഞവർക്കും ആ തടഞ്ഞ അധ്യാപകരെ ന്യായീകരിക്കുന്ന ഈ പെൺകുട്ടിക്കും അതില്ല. ഈ ആൺകുട്ടി പറഞ്ഞ സാധനമില്ല, മനുഷ്യത്വമില്ല. ആ മനുഷ്യത്വം ഇല്ലാത്തതിന് കാരണം ആ പെൺകുട്ടികളല്ല, ആ പെൺകുട്ടികളെ വളർത്തിയവരുടെ തെറ്റ് മാത്രമാണ്. നമ്മൾ പലപ്പോഴും പല വീടുകളും കാണുമ്പോൾ നമുക്ക് വിചാരിക്കലുണ്ട് വളർന്നു വരുന്ന കുട്ടികളിലാണ് നമുക്ക് പ്രതീക്ഷ എന്ന്. കാരണം അവർക്കൊരു വർഗീയതയില്ലാത്ത മനസ്സ് നമ്മൾ എവിടെയും കാണുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ വിഭിന്നമായിട്ട് ഈ രണ്ട് കുട്ടികളെ കണ്ടപ്പോ, ഈ രണ്ട് പെൺകുട്ടികളെ വർത്താനം കേട്ടപ്പോ എനിക്ക് ഒരുപാട് ഭയം തോന്നുന്നു. കുറച്ച് കുട്ടികളിലേക്കെങ്കിലും സംഘപരിവാറിന്റെ മതഭീകരത അടിച്ചേൽപ്പിക്കുന്നുണ്ട്, അവരത് പുറത്ത് കാണിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ രണ്ട് പെൺകുട്ടികൾ കാണിക്കുന്ന പോലെ ജാതിയും മതവും നോക്കിയിട്ട് മനുഷ്യത്വം കാണിക്കുന്നവർ ആരും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു കുട്ടിയും ഇതുപോലെ ആകാതിരിക്കട്ടെ. ഇനി വരുന്ന തലമുറയൊക്കെ ജാതിയോ മതമോ രാജ്യമോ നോക്കാതെ മനുഷ്യത്വം പ്രകടിപ്പിക്കട്ടെ. ആ മനുഷ്യത്വത്തിന് വേണ്ടി ഏതുവരെയും പൊരുതട്ടെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നവരാരും ദയവ് ചെയ്ത് ഈ രണ്ട് പെൺകുട്ടികളെ എന്റെ കമന്റ് ബോക്സിൽ തെറി വിളിക്കാനേ പാടില്ല. ഈ കുട്ടികളല്ല തെറ്റുകാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയത മാത്രം മനസ്സിലുള്ള ഇവർ ഇതുപോലെ വളർത്തിയ ഇവരുടെ മാതാപിതാക്കളാണ്. പിന്നെ ഇപ്പൊ ഇവരോട് ഈ വീഡിയോയിൽ വന്നിട്ട് ഇതുപോലെ മനുഷ്യത്വരഹിതമായി സംസാരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരാളുണ്ടാവുമല്ല, അവരൊക്കെയാണ് തെറ്റുകാർ, അവരൊക്കെയാണ് തെറിവിളി കേൾക്കേണ്ടവർ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇതുപോലെ 2, 3, 4, 5 മനുഷ്യത്വം ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാകുമ്പോഴും 1000, 10,000, ലക്ഷവും കോടിക്കണക്കിന് മനുഷ്യത്വം മാത്രമുള്ള ഒരുപാട് കുട്ടികൾ ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നുണ്ട്. ആ ജന്മമെടുക്കുന്ന കുട്ടികളിലാണ് നമ്മുടെ പ്രതീക്ഷ. അവർ മതം നോക്കാതെ, ജാതി നോക്കാതെ, രാജ്യം നോക്കാതെ സൗഹൃദം കാണിക്കട്ടെ, മനുഷ്യത്വം പ്രകടിപ്പിക്കട്ടെ. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും പൊരുതട്ടെ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.